അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സൈക്കോളജിയിലെ വേൾഡിലെ ഫസ്റ്റ് സൈക്കോ പാർക്കിലാണ്. അതെ ഗൈസ്, അപ്പൊ ഞാൻ നസ്റിനും കൂടി ഈ അരുവിക്കര ഡാമൊക്കെ കഴിഞ്ഞ് നേരെ പോണത് നമ്മളുടെ സൈക്കോ പാർക്കിലേക്കാണ് കേട്ടോ. ഈ ഫീൽഡിൽ ഇല്ലാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള സംശയം സൈക്കോകൾക്കും പാർക്കുണ്ടോ അങ്ങനെയായിരിക്കും അല്ലേ? എന്നാൽ നിങ്ങളെ പോലെ ഞങ്ങളും ഭയങ്കര ക്യൂരിയസ് ആണ് കേട്ടോ. സമൂഹത്തിന് ആവശ്യമുള്ള ചില ഗൈഡൻസ് നമുക്ക് വേണം. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടും. പിന്നെ അതുപോലെ ഒരു അടിപൊളി ഐസ് ബ്രേക്കിംഗ് സെഷനും. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ അടിച്ചു പൊളിക്കാൻ തൊട്ടടുത്തൊരു സ്കൂളിലെ SPC കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ജേണിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി എഡ്യൂട്ടൈൻമെന്റ് പാർക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ എഡ്യൂക്കേഷനും ഉണ്ട്, അതേപോലെ ഒരുപാട് എന്റർടൈൻമെന്റ്സും ഉണ്ട്. ആക്ച്വലി ഒരു 1 ഡേ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് കൗതുകകരമായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും കൂടി മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കഥകൾ പറയാനുണ്ട്. അടിപൊളിയായിട്ട് നമ്മളുടെ ഫ്രോയിഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ യുങ് ഉണ്ട്, പിന്നെ അതുപോലെ നമ്മളുടെ സ്കിന്നർ ഉണ്ട്, പിന്നെ അതുപോലെ വൂണ്ട് ഉണ്ട്. അങ്ങനെ എല്ലാവരും ഉള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതാണ് കേട്ടോ സൈക്കോളജിയുടെ സ്വന്തം വില്യം വൂണ്ട്, അതായത് മോഡേൺ സൈക്കോളജിയുടെ ഫാദർ. ഫേവറേറ്റ് ആയിട്ടുള്ള സ്കിന്നർ നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള സ്കിന്നറാണ്. സ്കിന്നറിന്റെ എക്സ്പെരിമെന്റിൽ റാറ്റ് ഒക്കെ കണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്കിന്നർ. സൈക്കോളജിയുടെ ഒരുവിധം എല്ലാ വക്താക്കളും ഇവിടെ ഉണ്ട് കേട്ടോ. പോരാത്തതിന് നടന്ന് ക്ഷീണിച്ചാൽ ഇതുപോലെ ചായ കുടിക്കാൻ കഫറ്റേരിയയും കുഞ്ഞു ഷോപ്പിംഗ് ഏരിയയും ഒക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു ജേണിന്റെ ഇടയിൽ ഇതുപോലെ ചെറിയ ചെറിയ പണികളും ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഫാമിലി ട്രീ. ഈ കാണുന്ന വരകൾക്ക് പിന്നിൽ പോലും മനഃശാസ്ത്രം ഒളിഞ്ഞിടപ്പുണ്ട്. നമ്മളിവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി രുചികരമായ ഭക്ഷണവും അതേപോലെ ടീയും സ്നാക്സും എല്ലാം ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും ഈ ഹിഡൻ സ്റ്റോറീസിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നീട് ഞങ്ങൾ പോയത് അവിടുത്തെ ഒരു അടിപൊളി ലൈബ്രറിക്കാണ് കേട്ടോ. സൈക്കോളജിയുടെ ഒരുവിധ എല്ലാ കളക്ഷൻ ഓഫ് ബുക്സും ഇവിടെ ഉണ്ട്. മണിച്ചിത്രത്താഴിലെ അറ തുറന്ന ഗംഗയുടെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എൻ്റെ. ഞാൻ പല പുസ്തകങ്ങളും മാറി മാറി നോക്കി. ഒരുപാട് ക്രിയേറ്റീവും വെറൈറ്റി ആയിട്ടുള്ള ശില്പങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ പലതും നമുക്ക് വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല കേട്ടോ. അപ്പൊ ഇതാണ് വൺ ആൻഡ് ഓൺലി ദ മാൻ ബിഹൈൻഡ് സൈക്കോ പാർക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് എന്ന് ചോദിച്ചതിന് ക്ലിയർ കട്ടായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു കേട്ടോ. സൈക്കോളജി സ്നേഹിക്കുന്ന സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് എന്നുള്ളതായി. അങ്ങനെ മധുജൻ സാറോട് കുറച്ചു നേരം ഇന്ററാക്ട് ചെയ്ത് ഞങ്ങൾ ഒരു ഫോട്ടോയും എടുത്തു. മനസ്സിന്റെ കാണാപ്പുറങ്ങളെ പറ്റി അറിയാൻ ശരിക്കും വെർത്ത് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്, എസ്പെഷ്യലി സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻസിന്. തിരുവനന്തപുരത്തുള്ള വെള്ളനാടാണ് കേട്ടോ ഈ ഒരു അടിപൊളി സൈക്കോ പാർക്ക്. അന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.